ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് നേന്ത്രപ്പഴം കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല സിമ്പിളായിട്ട് തന്നെ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. ആ ഒരു തോലൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്താലൊക്കെ അവർക്ക് കഴിക്കാനൊക്കെ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ കേടാക്കാതെ ഇതേപോലെയൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർ കഴിച്ചോളും. അപ്പോൾ ഇത് തോല് ഒന്ന് കറുത്തിട്ട് ഉള്ളത് ഉൾഭാഗമൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല പഴം തന്നെയാണ്. ഇനി അത് കഴുകിയിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പുഴുങ്ങിയെടുക്കാം. കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ അതിന് പകരം നമുക്ക് സ്റ്റീം ചെയ്തെടുത്താലും അങ്ങനെയായാലും നമുക്ക് വേവിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ പഴമൊക്കെ വേവിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ, പഴത്തിൻ്റെ തോലൊക്കെ മുഴുവനായിട്ട് റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താലും മതി. അപ്പോൾ മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കരുത് കേട്ടോ, കൈ വെച്ച് തന്നെ ഉടച്ചെടുക്കാം. ഇനിയിപ്പോൾ ബൗൾ ചെറിയതായതുകൊണ്ട് വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കറക്റ്റ് അളവൊന്നും പറയുന്നില്ല കേട്ടോ, കാരണം നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒന്നും അല്ല, എത്രത്തോളം കയ്യിലുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് റവയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ സ്പൂൺ നിറയെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് വേറെ ഫ്ലോറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തേങ്ങയും കുറച്ച് റവയും മാത്രമേ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളൂ. അപ്പം മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമ്മുടെ കൈയിൻ്റെ അടിഭാഗത്ത് വെച്ച് ഒന്ന് പ്രസ്സാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട്ലേറ്റൊക്കെ ഷേപ്പ് ആക്കി എടുക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും അതുപോലെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഫിംഗേഴ്സിൻ്റെ മാതിരി നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, ബോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാവ് മുഴുവനായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഈ രീതിയിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുക പൊട്ടിപ്പോവുക ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിപ്പോൾ കുറച്ച് വെളുത്ത എള്ളെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനിട്ട് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വെളുത്ത എള്ളില്ലെങ്കിൽ റവയില്ലേ, റവ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും ഈ ഒരു ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ അത് തികച്ചും ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് മാത്രം എടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വയറ്റിലേക്കൊക്കെ ആ ഒരു എള്ളും കൂടെ ആയിക്കോളല്ലോ, അതുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഓവർ ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഓയിലിൽ പൊരിച്ച സ്നാക്സൊക്കെ കഴിക്കാൻ പേടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അവർക്കൊക്കെ ബെസ്റ്റാണ്.
ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ തന്നെ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറോ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ കട്ട്ലറ്റും എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഓവർ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാം നമ്മൾ പഴമൊക്കെ നമ്മൾ വേവിച്ചെടുത്തതല്ലേ, വേറെ ഒന്നും നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറായി വന്നോട്ടെ. അപ്പോഴാണ് ഇതിന് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. ഉണ്ടല്ലോ, ഈ ഒരു രീതിയിലാവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ സിമ്പിളല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് നോക്കാം, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം മധുരത്തിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. ഇപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് നട്ട്സൊക്കെ കഴിക്കാൻ കിട്ടുമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആയിട്ട് മാറും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.